എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓട്ടട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഒരു നാടൻ പലഹാരമാണ് ഓട്ടട. ഒട്ടും എണ്ണമയം ഇല്ലാതെ നമ്മൾ അടുപ്പത്ത് ചുട്ടെടുക്കുന്ന ഒന്നാണ് ഓട്ടട. ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള കുടംപൊടി എടുക്കുക, അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസായിട്ട് വേണം ഇതിൻ്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട്. അരിപ്പൊടിയിലും ഉണ്ടാക്കാം, പക്ഷേ ടേസ്റ്റ് നമുക്ക് ഗോതമ്പൊടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഒന്നെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇടാം. ഞാനിപ്പം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇല മുറിച്ചെടുക്കാം. ഇല നല്ലതായിട്ട് കഴുകി വേണം എടുക്കാനായിട്ട്. നമുക്ക് മാവ് വെച്ച് കൊടുത്തതിന് ശേഷം കൈ നല്ലതായിട്ട് വെള്ളം ഉപയോഗിച്ച് നനച്ച് കൊടുക്കണം. നനച്ച് എത്രമാത്രം കനം കുറച്ച് പരത്താമോ അത്രമാത്രം നമ്മൾ കനം കുറച്ച് വേണം പരത്താനായിട്ട്. അത്രയും അത് സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ കനം കുറച്ച് നല്ലതായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് പഞ്ചസാരയും തേങ്ങയും കൂടെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കരയും തേങ്ങയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്കപ്പം തേങ്ങയും പഞ്ചസാരയും കൂടെ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി മറു സൈഡും കൊണ്ട് നമുക്കത് മടക്കി വെക്കാം. അങ്ങനെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള എന്തെങ്കിലും പാനായിരിക്കണം, അല്ലെങ്കിൽ ചട്ടി ആണെങ്കിലും മതി. ഇനി നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരടപ്പ് വെച്ചിട്ട് ഈ സ്ലോയിൽ വെച്ച് വേണം നമുക്ക് അത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഇതായിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും അതുപോലെ തന്നെ അടുപ്പ് മൂടി വെച്ച് വേണം നമുക്കത് ചുട്ടെടുക്കാനായിട്ട്.